Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പല കേസുകളിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നോ കോണ്ടാക്ട് റൂൾ. പക്ഷേ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ഒരു എൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നോ കോണ്ടാക്ട് റൂൾ ബ്രേക്ക് ചെയ്യേണ്ടത്, അത് നമുക്ക് എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ മെന്റലി കുറെ കൂടി ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ലെസ് റെസ്പോൺസീവ് ആയിട്ടുണ്ടായിരിക്കും. അതായത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൻ്റെ ഒരു ആങ്സൈറ്റി, അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർക്കുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, കുറെ കൂടി അഗ്രസീവ് ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ വളരെയധികം മെന്റലി സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയോ ഓർക്കുകയോ ചെയ്യുമ്പോഴേക്കും ലെസ് റിയാക്റ്റീവ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് റൂള് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം അത് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സൈൻ, ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ആക്ച്വലി കുറെ കൂടി ക്ലാരിറ്റി ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് വാട്ട് ഐ വോണ്ട് ഇൻ എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഞാൻ പ്രണയത്തിലാണ്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്ന സമയത്ത്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു നോ കോണ്ടാക്ട് റൂളിന് ഇടയിൽ, ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി, കുറെ കൂടി ക്ലാരിറ്റി ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ സൈന്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കൃത്യമായിട്ടുള്ള പോയിന്റ്, നമുക്ക് ആ ഒരു നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യാം എന്നതിന്റെ. തേർഡ് സൈൻ, ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓവർ റിയാക്റ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആകുന്നില്ല, അല്ലെങ്കിൽ ഓവർ ആങ്ഷ്യസ് ആവുന്നില്ല. ഈ കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു പെർഫെക്റ്റ് സൈൻ, നിങ്ങൾക്ക് ആ ഒരു നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യാം എന്നതിന്റെ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സൈനും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ യഥാർത്ഥത്തിൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ചുരുക്കം പറഞ്ഞാൽ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഫൈനൽ ഒരു സൈൻ കൂടിയുണ്ട്, അതാണ് നമ്മുടെ ആ ഒരു ലൈഫ് വിത്തൗട്ട് ദം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അതായത് ആ വ്യക്തി തിരികെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ വളരെയധികം സന്തോഷിക്കും. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിലവിൽ എൻ്റെ കൂടെ ഇല്ല, ബട്ട് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. അതായത് എനിക്ക് സ്വയം എൻ്റെ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഞാൻ ചെയ്യുന്ന വർക്കുകളിലൊക്കെ എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ശ്രദ്ധയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്വയം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൂടി നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു നോ കോണ്ടാക്ട് റൂൾ ബ്രേക്ക് ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ 4 സൈന് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ നോ കോണ്ടാക്ട് റൂള് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞ 4 ഒരു സൈന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് റൂള് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി ആ ഒരു സ്റ്റേജിൽ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഹെൽത്തിയറായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മടി കൂടാതെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓപ്പണായി പറയാവുന്നതാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണ്, അത് കംഫർട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.